ശബരിമല സന്നിധാനത്ത് ഇപ്പോൾ SITയുടെ ശാസ്ത്രീയ പരിശോധന നടക്കുകയാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് 15-അംഗ സംഘമാണ് ഇപ്പോൾ SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള 15-അംഗ സംഘമാണ് ഇപ്പോൾ ശാസ്ത്രീയ പരിശോധന നടത്തുന്നത്. പ്രവീൺ പുരുഷോത്തമൻ തുടരുന്നുണ്ട്. പ്രവീൺ, ഇത്രയും കാലം SIT നടത്തിയ ഒരു അന്വേഷണത്തിന്റെ ഏറ്റവും നിർണായക ഘട്ടമെന്ന് തന്നെ പറയാം. ആദ്യം പ്രതികളുടെ മൊഴി അടിസ്ഥാനത്തിലുള്ള തെളിവെടുപ്പുകളും മറ്റു കാര്യങ്ങളുമാണ് SITക്ക് മുന്നിലേക്ക് എത്തിയപ്പോൾ ഇപ്പോൾ ഏറ്റവും നിർണായകമായ ഒരു തെളിവെടുപ്പ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കൃത്യമായും ശാസ്ത്രീയ പരിശോധന എന്ന് പറയുമ്പോൾ ഈ പ്രതികൾ ഇത്രയും കാലം നൽകിയ മൊഴി, അതിലെ വൈരുദ്ധ്യം ഉൾപ്പെടെ ഒരുപക്ഷെ പുറത്തേക്ക് വരാവുന്ന സാഹചര്യത്തിലുള്ളൊരു നീക്കം തന്നെയല്ലേ SIT ഇപ്പോൾ നടത്തുന്നത്? അതെ ആര്യ, ഈ ഒരു വിഷയത്തിൽ ഏറ്റവും ആദ്യം ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് അതിൻ്റെ പ്രതിനിധി ആദ്യം പറഞ്ഞത് നാം ഓർക്കുന്നുണ്ടായിരിക്കും. അതായത് ചെമ്പ് പാളി അത് അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ അത് സ്വർണം പൂശിയത് അത് ഇളക്കി മാറ്റി വീണ്ടും സ്വർണം പൂശുക എന്നുള്ളത് അസാധ്യം എന്നൊക്കെയായിരുന്നു അവർ ആദ്യം പറഞ്ഞിരുന്നത്. പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി പല രീതിയിൽ ഇത് സംബന്ധിച്ച് പുറത്തേക്ക് വന്നു. ഏറ്റവും ഒടുവിൽ ഈ സ്മാർട്ട് ക്രിയേഷൻസ് തന്നെ സമ്മതിച്ചു അവിടെ ഈ ചെമ്പ് പാളി അവിടെ എത്തിക്കുകയും അതിനുശേഷം അത് സ്വർണം പൂശി കൊടുക്കുകയും ചെയ്തുവെന്ന്. ആ ഘട്ടം മുതലൊക്കെ തന്നെയാണ് വലിയ സംശയങ്ങളും ചോദ്യങ്ങളുമൊക്കെ ഇക്കാര്യത്തിൽ ഉയർന്നത്. ഏതായാലും ഇപ്പോൾ SIT അതിൻ്റെ അന്വേഷണത്തിൻ്റെ നിർണായക ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ ശബരിമല സന്നിധാനത്ത് ശ്രീകോവിലിൻ്റെ ഈ വശങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന അത് സ്വർണം പൊതിഞ്ഞിരിക്കുന്ന ഒരു പാളി അവർ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. അത് പരിശോധനയ്ക്കായി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ 2 വൈദഗ്ധ്യമുള്ള ആളുകൾ ഈ കട്ടിളപ്പാളി, അതായത് ശ്രീകോവിലിൻ്റെ മുൻവശത്ത് പ്രധാന വാതിൽ, ആ വാതിലിൻ്റെ മുകൾ വശത്തുള്ള പാളി അഴിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. അവർ അതിൻ്റെ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. അതിനുശേഷം ഈ ദ്വാരപാലക ശില്പ പാളികളിലേക്ക് കൂടി അതിൻ്റെ പാളികൾ കൂടി അഴിച്ചെടുക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഏതായാലും വിശദമായിട്ടുള്ള പരിശോധനയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇന്നത്തെ ഈ ഒരു നിർണായകമായിട്ടുള്ള നീക്കം അത് SIT നടത്തുന്നതിലൂടെ ശാസ്ത്രീയ പരിശോധന നടത്തി സ്വർണത്തിൻ്റെ അളവ് എത്ര ഉണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. നേരത്തെ വിജയ് മല്യ 98-99 കാലഘട്ടത്തിൽ ഇത് സ്വർണം പൊതിഞ്ഞ് നൽകുകയാണ് ചെയ്തത്. പിന്നീടാണ് അതിന് കാലപ്പഴക്കം വന്നു, അല്ലെങ്കിൽ അതിന് നിറം മങ്ങലൊക്കെ ഉണ്ടായി എന്നത് സംബന്ധിച്ച് ദേവസ്വം ബോർഡിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുകയും പിന്നീട് ദേവസ്വം ബോർഡിൻ്റെ ഒക്കെ അനുമതിയോടുകൂടി തന്നെ 2019 ആദ്യമായി ഈ ശില്പ പാളികൾ ഇവിടെ നിന്ന് അഴിച്ചെടുത്തുകൊണ്ട് പോവുകയും ചെയ്തത്. പക്ഷേ അന്ന് അത് ആരും ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ അത് വലിയ വാർത്താ പ്രാധാന്യം നേടുകയോ ചെയ്തിരുന്നില്ല. കാരണം അന്ന് അത് വലിയ വിവാദങ്ങളിലേക്കൊന്നും പോയിരുന്നില്ല. പക്ഷേ PS പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഇതേ പാളികൾ തന്നെ, അതായത് 2019 ഇവിടെ ചെന്നൈയിൽ നിന്നും കൊണ്ടുവന്ന് സ്ഥാപിച്ച അതേ പാളികൾ തന്നെ വീണ്ടും അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് അത് വിവാദമായത്. അത് വിവാദമാകാൻ കാരണം അത് ഹൈക്കോടതിയെ അറിയിച്ചിരുന്നില്ല. ഹൈക്കോടതി പ്രതിനിധിയെ ഈ പാളികൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന കാര്യം അറിയിച്ചിരുന്നില്ല. നമുക്കറിയാം ശബരിമലയെ സംബന്ധിച്ച് എപ്പോഴും ഹൈക്കോടതിയുടെ ഒരു മേൽനോട്ടമുള്ള ക്ഷേത്രമാണ്. ഇവിടെ ഒരു ചെറിയ കാര്യങ്ങൾ പോലും നടപ്പാക്കണമെങ്കിൽ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൻ്റെ അനുമതി വേണം. അപ്പോൾ ഇത്രയും പ്രാധാന്യമുള്ള ഒരു കാര്യം, അതായത് ഈ ദ്വാരപാലക ശില്പ പാളികൾ അത് നിറം മങ്ങിയെന്ന് കണ്ടെത്തുകയും അത് വീണ്ടും അത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി അത് സ്വർണം പൂശാനുമൊക്കെ ദേവസ്വം ബോർഡ് തീരുമാനിക്കുകയും കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തത് അത് ഹൈക്കോടതി അറിയാതെയായിരുന്നു. അത് ഇവിടെ നിന്ന് കൊണ്ടുപോയതിന് ശേഷമാണ് പിന്നീട് ദേവസ്വം കമ്മീഷണർ ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ അത് പെടുത്തുകയും പിന്നീട് ഹൈക്കോടതി ഈ വിഷയത്തെ ഗൗരവമായി കാണുകയും ചെയ്തത്. പിന്നീടാണ് നമുക്കറിയാം ഹൈക്കോടതി ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിനോട് വിശദീകരണം ചോദിക്കുകയും ദേവസ്വം ബോർഡ് ഇത് കൊണ്ടുപോയ കാര്യം സമ്മതിക്കുകയും ഒക്കെ ചെയ്തത്. അന്ന് അവർ പറഞ്ഞത് ഈ തീർത്ഥാടന കാലമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഈ പാളികൾ അത് തിരികെ കൊണ്ടുവന്ന് സ്ഥാപിക്കണം, അതിനുള്ള അനുമതി നൽകണമെന്നൊക്കെ ദേവസ്വം ബോർഡ് അഭ്യർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി അത് ചെന്നൈയിൽ നിന്നും പിന്നീട് ഇവിടെ തിരികെ എത്തിച്ച് അത് പാളികൾ സ്ഥാപിക്കാനൊക്കെ അനുമതി നൽകിയത്. പക്ഷേ ഹൈക്കോടതി അങ്ങനെയൊക്കെ അനുമതി നൽകിയപ്പോൾ പോലും പിന്നീട് അതിനുശേഷം നിരവധി കാര്യങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ പോയി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്നു, പിന്നീട് ഓരോരുത്തരെയായി SIT അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നു. ഇവരുടെയൊക്കെ മൊഴി പ്രധാനമായിരുന്നു. ആ മൊഴികളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് സ്വർണ്ണ അപഹരണം ശബരിമലയിൽ നടന്നു എന്നത് തന്നെയാണ്. അതിന് കൃത്യമായിട്ടുള്ള തെളിവുകളും SITക്ക് ലഭിച്ചിട്ടുണ്ട്. ആ തെളിവുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇനിയിപ്പോൾ അവർ ശേഖരിക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഈ പാളികളിൽ നിന്നും സ്വർണം എടുക്കും, സ്വർണം ഈ പൂശിയ ഭാഗങ്ങൾ എടുക്കും, അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ആ ശാസ്ത്രീയ പരിശോധനയുടെ ഫലം വരുമ്പോൾ എത്ര അളവ് സ്വർണം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. വിജയ് മല്യ ഇവിടെ കൊടുത്ത ശബരിമലയിൽ വഴിപാടായി സമർപ്പിച്ച സ്വർണത്തിൻ്റെ കണക്ക് SITയുടെ പക്കലുണ്ട്. എത്ര പവൻ, എത്ര കിലോ സ്വർണം വിജയ് മല്യ വഴിപാടായി സമർപ്പിച്ചു എന്നതുണ്ട്. അത് ഏതൊക്കെ ഭാഗങ്ങളിൽ അത് അന്ന് സ്വർണം പൊതിഞ്ഞു എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള മരാമത്ത് രേഖകൾ
ദേവസ്വം ബോർഡിൽ നിന്നും അത് കരസ്ഥമാക്കാൻ SITക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒരു നിർണായകമായിട്ടുള്ള രേഖയാണ്. അതിനുശേഷം ആ അളവും ഇപ്പോഴുള്ള അളവും കൂടി തട്ടിച്ചു നോക്കുമ്പോൾ കൃത്യമായും SITക്ക് ഒരു വിശകലനത്തിലേക്ക് എത്താൻ സാധിക്കും എത്ര സ്വർണം ഇവിടെ നിന്നും കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. ഏതായാലും 2019 ഇവിടെ നിന്നും ഈ ദ്വാരപാലക ശില്പപാളികൾ അഴിച്ചെടുത്തുകൊണ്ട് പോകുമ്പോൾ അത് 24 ക്യാരറ്റ് സ്വർണം അത് തന്നെയായിരുന്നു. അതായത് 24 ക്യാരറ്റ് സ്വർണത്തിൽ പൊതിഞ്ഞ ഭാഗങ്ങൾ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി 2019 ഇവിടെ നിന്നും അഴിച്ചുകൊണ്ട് പോയത്. പിന്നീട് അത് ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശിയ ശേഷം സന്നിധാനത്തേക്ക് തിരിച്ച് എത്തിച്ചത് എത്ര ക്യാരറ്റ് സ്വർണ്ണമായിരുന്നു, അല്ലെങ്കിൽ ഈ സ്വർണം പൂശിയത് എത്ര അളവിലുണ്ടായിരുന്നു എന്നതിനൊന്നും ഒരു വ്യക്തതയില്ലായിരുന്നു. അതിനൊക്കെ ഇനി ഉത്തരം നൽകേണ്ടി വരും. പിന്നീട് 2025 അതേ പാളികൾ തന്നെ വീണ്ടും ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം ഇവിടെ എത്തിച്ചപ്പോൾ എത്ര അളവുണ്ട് എന്നതിലും സംശയങ്ങളുണ്ട്. കാരണം നാം അടുത്തിടെ കണ്ടതാണ്, കഴിഞ്ഞ മാസമാണ് ചെന്നൈയിൽ നിന്നും അതേ പാളികൾ സ്വർണം പൂശി ഇവിടെ ഘടിപ്പിച്ചത്. പക്ഷേ ഇവിടെ വന്ന് ഘടിപ്പിച്ചപ്പോഴും എത്ര അളവ് സ്വർണം ഉണ്ട് എന്നതിൻ്റെയൊന്നും വിശദമായിട്ടുള്ള പരിശോധനയൊന്നും നടത്തിയിട്ടില്ല. നമുക്കറിയാം ഇവിടെ സ്മിത്ത് എന്ന് പറയുന്ന ഒരു പ്രത്യേക തസ്തിക തന്നെയുണ്ട്. കാരണം ഇവിടെ നിന്ന് ഈ സ്വർണം കൊണ്ടുപോകുമ്പോഴൊക്കെ അതിന്റെ അളവൊക്കെ സ്മിത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെ പരിശോധിക്കേണ്ടതാണ്. നേരത്തെ നിർണായകമായ SITയുടെ ശാസ്ത്രീയ പരിശോധനയാണ് നടക്കുന്നത്. മടങ്ങിയെത്താം ഇടവേള.